എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിവ്യൂ ആണ്. ഗുരുവായൂർ അമ്പലനടയിൽ ജയ 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 ഹേ എന്ന സിനിമയ്ക്ക് ശേഷം വിപിൻ ദാസ് ഒരുക്കുന്ന സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. സിനിമയുടെ റിവ്യൂ ഇവൻ പറയും. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. കണ്ടത് ഞാനാണല്ലോ, അപ്പൊ ഞാൻ തന്നെ പറയണല്ലോ സിനിമയുടെ റിവ്യൂ. പക്ഷേ ഈ ഒരു റിവ്യൂവിൽ ഷൈൻ ചെയ്യാൻ പോകുന്നത് ഞാനാണ്. കാരണം എൻ്റെ ഷർട്ട് ഇതെവിടെയും കണ്ടിട്ടുണ്ട്. സിനിമയിലൊന്നും ഇല്ലായിരുന്നു, പ്രൊമോഷന്റെ ഭാഗമായിട്ട് പൃഥ്വിരാജ് വന്നപ്പം ഇട്ടിട്ട് വന്ന് അതിലും ഇട്ടിട്ട് പോയായിരുന്നു. അതായത് എൻ്റെ സ്റ്റൈലാണ് ഇവരൊക്കെ കോപ്പി അടിക്കുന്നത്. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. എന്നാ റിവ്യൂ പൊളിച്ച് ഞാൻ തകർത്തു, നീ പൊളിച്ചടുക്കി. എന്താണെങ്കിലും റിവ്യൂയിലേക്ക് വരുവാണ്. ഗുരുവായൂർ അമ്പലനടയിൽ നമ്മൾ പേര് കേട്ടതുപോലെ തന്നെ ഗുരുവായൂർ വെച്ച് നടക്കാൻ പോകുന്ന ഒരു കല്യാണം. അതിന്റെ ആ കല്യാണത്തിന്റെ ഒരു 10 ദിവസം മുന്നേ സംഭവിക്കുന്ന കാര്യങ്ങൾ, കല്യാണത്തിനോടനുബന്ധിച്ച് നടക്കുന്ന, അതായത് കല്യാണം നടത്താൻ ശ്രമിക്കുന്ന ആൾക്കാരും കല്യാണം മുടക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരും, ഈ ഒരു പ്രശ്നങ്ങളിലൂടെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് കേട്ടോ. ടോട്ടൽ സംഭവം ഇതാണ് ആ സിനിമേന്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്ന സാധനം. ഒരു കല്യാണം അത് മുടക്കാൻ നോക്കുന്നവരും നടത്താൻ നോക്കുന്നവരും, അതിന്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന പല കാര്യങ്ങളുമാണ് സിനിമേന്റെ രസകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്. യെസ്, തീർച്ചയായിട്ടും. പിന്നെ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഈ സൈസ് നമ്മൾ എടുക്കാത്തതാണല്ലോ. ഈ സൈസ് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്ന് വേർതിരിച്ച് കാണാത്തതാണ്. ചില സിനിമകൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, ഇതിനേക്കാളും ഫസ്റ്റ് ഹാഫിനെക്കാളും ബെറ്റർ സെക്കൻഡ് ഹാഫിനെക്കാളും ബെറ്റർ ഫസ്റ്റ്, അങ്ങനെ ഒരു തോന്നൽ വരും. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നതുകൊണ്ടാണ് ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് ഹാഫ് പക്ക എന്റർടൈനർ ആയിരുന്നു കേട്ടോ. നല്ല രീതിയിൽ ചിരിച്ച് നമ്മളിങ്ങനെ എൻജോയ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ഹാഫ് ഗംഭീരാക്കി കളഞ്ഞിട്ടുണ്ട്. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ എനിക്ക്, ഞാനെന്ന പ്രേക്ഷകനെ അതുവരെ സന്തോഷപ്പെടുത്തിയെങ്കിൽ പിന്നെ അങ്ങോട്ട് എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെയായിരുന്നു ഞാൻ ഇരുന്ന് കണ്ടത് കേട്ടോ. കാരണം ഒരുപാട് എന്താ പറയാ സംഭവങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിനകത്ത് 1-2 കാര്യങ്ങൾ ഞാൻ ഓർത്തെടുത്തിട്ട് ഞാൻ പറഞ്ഞു തരാം. ഒരു ഫൈറ്റ് ആണ്, ക്ലൈമാക്സിൽ വരുന്ന ഒരു ഫൈറ്റ്. അടിപൊളിയാണെന്നോ? ആ ഫൈറ്റ് എന്തിനായിരുന്നു, അല്ലെങ്കിൽ അത് ആ ഫൈറ്റ് നടക്കാനുള്ള കാരണം എന്താണെന്നൊന്നും എനിക്ക് പിടികിട്ടിയിട്ടില്ല. അതായത് വെറുതെ ഒരു ഫൈറ്റ്. അത് ഈ ഫൈറ്റ് ചെയ്യാൻ വന്ന ആൾക്കാർ എവിടെ നിന്ന് വന്നതാണോ, അത് എന്തിന്റെ ആണെന്ന്, അത് ഏത് ടീമാണെന്നുള്ളൊരു കണക്ഷനൊന്നും നമുക്ക് കിട്ടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഈ പണ്ടത്തെ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ വേഷം മാറിയിട്ട് കല്യാണം മുടക്കാൻ പോകുന്നത്, അങ്ങനത്തെ സാധനങ്ങൾ. ഈ കേസ് അന്വേഷണമൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുണ്ടല്ലോ, വേഷം മാറിപ്പോയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഐറ്റം ഒക്കെ ഇതിനകത്തുണ്ട്. അത് ശരിക്കും എന്നെ ഭയങ്കരമായിട്ട് ബോറടിപ്പിച്ച സാധനം കേട്ടോ. കാരണം അതൊരു എഫക്റ്റ് ഇല്ലാണ്ടാക്കി കളഞ്ഞു. അതും ചെയ്തിരിക്കുന്ന രീതിയും ആളെ ഒരു ക്യാരക്ടർ തന്നെ ഒരു സുഖമില്ലാതാണ് നമുക്ക് തോന്നിയത് കേട്ടോ, ആ ഒരു സിനിമയിൽ തന്നെ. പിന്നെ എടുത്തു പറയേണ്ടത്, ഒരു നന്ദനം റെഫറൻസ് വരുന്നുണ്ട് സിനിമയിൽ. അതും ശരിക്കും അതൊക്കെ വേണമായിരുന്നു. അതും ഭയങ്കര ഓവറായിട്ടോ തോന്നി. ആ ഒരു ഇങ്ങനെ 1-2 കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയാനുണ്ട് സെക്കൻഡ് ഹാഫിൽ. പിന്നെ അതുപോലെ തന്നെ പറയേണ്ടതാണ് ഈ പെർഫോമൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ. പെർഫോമൻസ് ഓരോരുത്തരുടെയും എടുത്തു പറയാട്ടോ. പൃഥ്വിരാജ് ഒരു രക്ഷയില്ല, ആൾ നല്ല ഗംഭീരമായിട്ട്, ആൾക്ക് കോമഡി വഴങ്ങൂല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ ആള് കോമഡിയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കുറച്ച് ആക്ഷൻ അല്ലെങ്കിൽ കുറച്ച് ദേഷ്യക്കാരനായിട്ടുള്ള സാധനം നമ്മൾ അത് കണ്ടിട്ടാണ് ട്രെയിലറിൽ നമ്മൾ പറഞ്ഞിരുന്നത് ആള് കുറച്ച് ഓവറാണല്ലോ എന്ന്. പക്ഷെ കുറച്ച് ഓവറായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് പൃഥ്വിരാജിന്റെ ക്യാരക്ടർ. സംഭവം എനിക്കറിയേണ്ടത് പൃഥ്വിരാജ് നന്നായോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമതാണ്. പൃഥ്വിരാജും ബേസിൽ ജോസഫും തമ്മിലുള്ളൊരു കെമിസ്ട്രി ഉണ്ടല്ലോ, അതാണ് എനിക്കറിയേണ്ടത്. കാരണം ഇവർ രണ്ടുപേരും ആദ്യമായി ഒരുമിക്കുന്ന സിനിമയാണ്. അത് പറ, എന്നിട്ട് അതിന് ശേഷം പൃഥ്വിരാജ് പറയാം. എന്തായാലും പൃഥ്വിരാജിനെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പം ബേസിലിന്റെ കൂടി പറയാം. ബേസിലിന്റെ നമ്മൾ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന, ബേസിൽ കോമഡി ചെയ്യുന്നതാണ് നമുക്ക് എപ്പോഴും ഇഷ്ടം. അങ്ങനത്തെ ഒരു ക്യാരക്ടർ തന്നെയാണ്. അത് നല്ല രീതിയിൽ തന്നെ ബേസിൽ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ബേസിലും പൃഥ്വിരാജും തമ്മിലുള്ള കോംബോ അതും സൂപ്പർ ആയിട്ടുണ്ട്. അതൊക്കെ നല്ല എന്താ പറയാ, നമുക്ക് നന്നായിട്ട് വർക്കാവും. കാരണം അത് സിനിമ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനത്തെ ഒരു കണക്ഷൻ അതിനകത്ത് വരുന്നുണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് തന്നെ പോയിട്ടുണ്ട്. അനശ്വരേന്റെയും എനിക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള സിനിമ കാണാൻ പോകുന്നതിന്റെ മുന്നേ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, അനശ്വരേന്റെ ക്യാരക്ടറാണ് എനിക്ക് എപ്പോഴും ഒരു പേടിയുള്ളത്. കുറച്ച് ചില സിനിമകളിൽ കുറച്ച് ഓവറായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കും എന്ന് പേടിച്ചിരുന്ന സമയത്ത് ശരിക്കും ഒരു കല്യാണ പ്രായമായ 21 വയസ്സുള്ള ഒരു പെൺകുട്ടി ആ ഒരു ഏജിലുള്ള അതേ മെച്യൂരിറ്റിയിൽ തന്നെ അതേ രീതിയിൽ തന്നെ അഭിനയിച്ചു പോയിട്ടുണ്ട്. നല്ല ഗംഭീരമായിട്ടുണ്ട്. പിന്നെ നിഖില വിമൽ
നിഖില വിമലിനെ പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ആൾക്ക് കൊടുക്കുന്ന ആളുടെ സിനിമകളിലൊക്കെ നമുക്കറിയാം അതെ ആളുടെ ക്യാരക്ടർ ആള് പെർഫെക്റ്റ് ആയിട്ട് വെട്ടിപ്പായിട്ട് ചെയ്യും. ഇനി അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരാള് ശരിക്കും തമിഴിൽ നിന്ന് ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിക്കുന്ന യോഗി ബാബു. യോഗി ബാബുവിനെ പ്ലേസ് ചെയ്തേക്കുന്നതും അതിന്റെ കാരണങ്ങളും ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. പക്ഷേ ഈ സെക്കൻഡ് ഹാഫില് ഒരു വെറുപ്പിക്കലിന്റെ ഇടയിലൂടെ ഇതും കുറച്ച് വെറുപ്പീരായിട്ട് തോന്നി. ആണല്ലേ എന്റെ സീനുകള് വന്നു പോകുന്ന സീനുകൾ. അതെ, ആളെ അതിന്റെ ഈ കല്യാണത്തിന് വരാനുള്ള കാരണങ്ങളും കാര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഭയങ്കര രസം തന്നെയാണ്. അതൊക്കെ നല്ല കോമഡിയാണ്. പക്ഷെ ഇതിന് ശേഷം അവിടെ വന്നതിന് ശേഷം കോമഡി ആയിട്ട് വർക്കായോ എന്ന് ചോദിച്ചാൽ എനിക്ക് വർക്കായിട്ടില്ല. കാരണം എന്തോ ഒരു ജാടയിട്ട് നിൽക്കുന്ന ഒരാളെ പോലെ തന്നെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. പിന്നെ ജഗദീഷ് ഉണ്ട്, ബൈജു ഉണ്ട്, പിന്നെ പി കുഞ്ഞികൃഷ്ണൻ, നമ്മുടെ എന്നാത്താൻ കേസുകളിലെ വക്കീല്. ഇവരുടെയൊക്കെ ക്യാരക്ടർ ജഡ്ജി, ഇവരുടെയൊക്കെ ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് തന്നെ പോയിട്ടുണ്ട് കേട്ടോ. പെർഫോമൻസിൽ ഒരാളെ നമുക്ക് മോശമെന്ന് ഒരാളുണ്ട്, നമ്മുടെ അശ്വിൻ വിജയന്റെ ക്യാരക്ടർ. അതായത് ആളുടെ ക്യാരക്ടറിന്റെ പേരും തന്നെ ഞാൻ പറയാം, മായൻകുട്ടി വി എന്ന് പറഞ്ഞു, നമ്മുടെ ജഗദീഷ് പണ്ട് ചെയ്തിട്ടുള്ള ക്യാരക്ടറിനെ. പക്ഷെ ആള് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ഈ നമ്മുടെ സ്കിറ്റിലൊക്കെ കാണുന്നില്ലേ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ പോലെ ആയിപ്പോയി. ആള് സാധാരണ സ്കിറ്റ് ചെയ്യുന്നതാണ്, അതിന്റെ ഒരു എഫക്റ്റ് ആണോ എന്ന് പറഞ്ഞുകൂടാ കേട്ടോ, സ്കിറ്റിലെ പോലെ തന്നെ തോന്നിപ്പോയത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സിനിമ പെർഫോമൻസ് വൈസ് എല്ലാം ഗംഭീരമാണെങ്കിലും എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റ്, അതായത് ഈ ഒരു നല്ലൊരു കണ്ടന്റ് അത് മേക്ക് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ച സമയത്ത് കുറച്ച് പാളിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഈ ഓവറായിട്ട് ഈ ഇങ്ങനത്തെ ഈ പഴയ സാധനങ്ങളും അങ്ങനെ ഈ കല്യാണം മുടക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന കുറെ പരിപാടികൾ അതൊക്കെ വർക്കായിട്ടില്ല. അത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള പേഴ്സണലി ഫീൽ ചെയ്തതാണ് കേട്ടോ പറയണത്. ഇത് രണ്ട് രീതിയിൽ പറയാം. അതായത് മേക്ക് ചെയ്തോടത്ത് വിപിൻ ദാസിന്റെ കയ്യിൽ നിന്ന് പോയതാവാം, ചിലപ്പം അങ്ങനെ ആവാം. സ്ക്രിപ്റ്റ് കൊണ്ട് മോശമെന്ന് പറയാൻ ചിലപ്പോ പറ്റില്ല. അല്ല, അതെ, ഈ ചില ക്യാരക്ടറുകളൊക്കെ ആവശ്യമില്ലാതെ വന്നിട്ട് അങ്ങനത്തെ ക്യാരക്ടറുകൾ കുറെ ഇതിനകത്തുള്ളതായിട്ടാ തോന്നിയത് കേട്ടോ. ഒരു ഇതും ഇല്ലാണ്ട് അതാ ഞാൻ പറഞ്ഞത്, സ്ക്രിപ്റ്റിന്റെ പോരായ്മ തന്നെ ആയിരിക്കും. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഭയങ്കര ഒരു കുറച്ച് ഓവർ, ക്ലൈമാക്സ് ഒക്കെ കുറച്ച് ഓവറായി പോയതുപോലെ. അത് എത്രയോ ഒതുങ്ങി തീരേണ്ട സാധനം ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ചെയ്ത്. ഈ പഴയ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന എല്ലാവരും ഒരുമിച്ച് വരുന്ന ഒരു ക്ലൈമാക്സ്, അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സാധാരണ അങ്ങനെയുള്ളത് കുറച്ച് ഓവറായിരിക്കും. നമുക്ക് അത് എന്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് കണക്റ്റേ ആയിട്ടില്ല സെക്കൻഡ് ഹാഫ്. ചില സംഭവങ്ങളെന്നാൽ ചിരിക്കാനുണ്ടെങ്കിലും ചിലത് നമുക്ക് ചിരിക്കാൻ തന്നെ തോന്നില്ല. കാരണം ഫസ്റ്റ് ഹാഫ് നല്ല എൻജോയ് ചെയ്ത് ഇരുന്നിട്ട് അതായത് ഇനി അങ്ങോട്ട് ചിരിക്കാനായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് വന്നിരിക്കുമ്പോൾ ഫുള്ള് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന പോലത്തെ ഒരു അവസ്ഥ. അത് ശരിക്കും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് ഭയങ്കര വിഷമം തോന്നി കേട്ടോ. കാരണം ഫസ്റ്റ് ഹാഫ് നമ്മൾ ഇന്റർവ്യൂവിൽ ഞങ്ങൾ മീറ്റ് ചെയ്തോ, അപ്പോൾ മുകളിലത്തെ ഇതിലായിരുന്നത്. അപ്പം ഞാൻ താഴെ ഇറങ്ങി വന്നപ്പോൾ ഞാൻ എന്നോട് ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിട്ടുണ്ടെന്ന്. ആ ഒരു പ്രതീക്ഷയിലാണ് സെക്കൻഡ് ഹാഫിന് വരുന്നത്. സെക്കൻഡ് ഹാഫ് പക്ഷെ കയ്യിൽ നിന്ന് പോയതുപോലെ ആയിപ്പോയി. അതായത് നല്ലൊരു സംഭവം കണ്ടിട്ട് അത് സെക്കൻഡ് ഹാഫിലേക്ക് നിരാശപ്പെടുത്തിയതിന്റെ വേദന അത് നന്നായിട്ടുണ്ട്. ആ ഒരു വേദന ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രാഫി അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ സിനിമാറ്റോഗ്രാഫി പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സോങ്, BGM, സോങ്ങും BGM ഒക്കെ ആവറേജ് ആണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് നമ്മൾ കണ്ടിട്ട് കൃഷ്ണ സോങ് ഇല്ലേ, നമ്മുടെ അജു വർഗീസിന്റെ ആ സോങ് സിനിമയിലേക്ക് വന്നപ്പം ഭയങ്കര ഒരു എഫക്റ്റ് കൊടുക്കുന്നുണ്ട് ആ ഒരു സമയത്ത്. അത് നല്ല ഗംഭീരമായിട്ട് തോന്നി. എന്നാൽ അത് യൂട്യൂബിൽ വന്ന സമയത്ത് അത് അത്ര വലിയ എഫക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഒരു സുഖമില്ലാതെ തോന്നിയത്. പക്ഷെ സിനിമയിലേക്ക് വന്നപ്പോ അത് നല്ല ആ ഒരു ഭാഗത്ത് അത് നല്ല അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും സിനിമേന്റെ ഇതാണ് എന്റെ പേഴ്സണലി ഉള്ള അഭിപ്രായം. പിന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കാണുന്ന പോലെ അല്ലല്ലോ ഒരിക്കലും ആൾക്കാരാണ്. ചിലപ്പം എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ ടൈം വാച്ചബിൾ ആണ്. അതായത് ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ നമുക്ക് ഒരു റിലാക്സ് ചെയ്തിട്ട് പോയിരിക്കാൻ പറ്റും. അത്ര വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്. സിനിമേന്റെ റേറ്റിംഗിലേക്ക് പോവാം 5.5 ഔട്ട് ഓഫ് 10. ആവറേജിന്റെ തൊട്ട് മുകളിൽ തന്നെ കേട്ടോ. എനിക്ക് ഫീൽ ചെയ്ത സംഭവം ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ആരെങ്കിലും സിനിമ കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്. അപ്പൊ എന്തായാലും ഞാൻ പോവാണ്. മറ്റുള്ള വിശേഷം ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷം ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടതിന്റെ ഫീലില്ല കേട്ടോ പോകുന്നത്. ഏതായാലും ഒറ്റയ്ക്ക് ഞാൻ ഷർട്ട് ഇട്ട് ഷെയിൻ ചെയ്തു. ഒന്നും പറയാം. എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം അടുത്ത റിവ്യൂ ആയിട്ട്. ഹൃദയഹാരിയായ പ്രണയകഥ ഹൃദയഹാരിയാകോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാം. അത് ആ റിവ്യൂ ഞാൻ പറയും. ഓക്കെ.